ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 8-ാം തീയതി നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്പറിൻറ്റൻഡന്റ് ഗ്രേഡ് 2വിന്റെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ സീരീസിലുള്ള 30-ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2019 നടന്നിട്ടുള്ള PWD ഇറിഗേഷൻ അതേപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഓവർസിയർ ഗ്രേഡ് 3യുടെ അവസാനത്തെ 10 ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻസോട് കൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവുകയാണ്. മുൻപത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് KLDCയുടെ 2 ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്തതായിട്ട് കാണാം. അതേപോലെ തന്നെ മുൻപ് നമ്മൾ ഓവർസിയർ ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ട് 45ഓളം വീഡിയോസ് വേറെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും മെമ്പേഴ്സ് ഓൺലി ആണ്, നിങ്ങൾ അതും കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ദ കൈനറ്റിക് എനർജി ഈസ് മെഷേർഡ് ഇൻ. നമ്മളോട് ചോദിക്കുന്നത് കൈനറ്റിക് എനർജി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണ് എന്നുള്ളതാണ്. സാധാരണ നമുക്കറിയാം എനർജി മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് ആണ്. എനർജി മെഷർ ചെയ്യുന്നത് എന്തിലാണ്? ജൂൾസ് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. ഡൈനും അതേപോലെ തന്നെ ന്യൂട്ടൺ ഒക്കെ എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഒരു ഡൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 10⁻⁵ ന്യൂട്ടൺ ആണ്. രണ്ടും എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് തന്നെയാണ്. പിന്നെ വാട്ട്സ് എന്നുള്ളത് പവറിന്റെ യൂണിറ്റ് ആണ്, നമുക്കറിയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിനും ലീനിയർ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ എന്താണ് പറയുക? അതിനെയാണ് നമ്മൾ പോയ്സൺസ് റേഷ്യോ എന്ന് പറയാം. എന്താണ് ഈ ലാറ്ററൽ സ്ട്രെയിൻ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ടു ദി ഒറിജിനൽ ലെങ്ത്തിനെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ടു ലെങ്ത് ആണ്. അവിടെ ഉണ്ടാവുന്ന സ്ട്രെയിനിന്റെ റേഷ്യോ ആണ് എന്ത്? പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ബൾക്ക് മോഡുലസ്? ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബോഡിയിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന വോളിയത്തിൽ വരുന്ന ഡിക്രീസിനെ, വോളിയത്തിൽ വരുന്ന മാറ്റത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി പ്രഷർ ഇൻക്രീസ് ടു ദി റിലേറ്റീവ് ഡിക്രീസ് ഇൻ ഇറ്റ്സ് വോളിയം. അതിനെയാണ് നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. സോ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ യൂഷ്വലി ഓർഡിനറി യൂസിൽ അതിൽ വരുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പമ്പ് ക്യാൻ റൈസ് 100 liters ഓഫ് വാട്ടർ ത്രൂ എ ഹൈറ്റ് ഓഫ് 200 meter ഇൻ 1 minute. ഹൗ മച്ച് വർക്ക് ഇറ്റ് ക്യാൻ ഡൺ ഇൻ 1 hour? ഒരു പമ്പ് 100 ലിറ്റർ വെള്ളം 200 മീറ്റർ ഹൈറ്റിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മിനിറ്റാണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിൽ അത് ചെയ്യുന്ന വർക്ക് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. വർക്ക് ഡൺ എത്രയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വോളിയം ഓഫ് വാട്ടർ ലിഫ്റ്റഡ് എന്ന് പറയുന്നത് 100 ലിറ്റർ ആണ്. 100 ലിറ്റർ വെള്ളമാണ് എന്ത് ചെയ്യുന്നത്? ലിഫ്റ്റ് ചെയ്യുന്നത്. 100 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0.1 മീറ്റർ ക്യൂബ് ആണ്. നമുക്കറിയാം 1000 ലിറ്റർ ആണ് 1 മീറ്റർ ക്യൂബ്. സോ 100 ലിറ്റർ എന്ന് പറഞ്ഞാൽ 0.1 മീറ്റർ ക്യൂബ് ആണ്. ഈ 0.1 മീറ്റർ ക്യൂബിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 1000 ചെയ്താൽ മതി. അതായത് 1 ലിറ്റർ എന്നുള്ളത് 1 കിലോ എന്നാണ് കണക്ക്. അല്ലെങ്കിൽ എന്താണ്? നമുക്കറിയാം വാട്ടർ എന്താണ്? 1 മീറ്റർ ക്യൂബിൽ 1000 കിലോഗ്രാം ആണ് ഉണ്ടാവുക, അല്ലേ? അതിൻ്റെ മാസ് ഡെൻസിറ്റി നമുക്കറിയാം. 1000 കിലോഗ്രാം ആണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ 0.1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 100 കിലോഗ്രാം. അപ്പോൾ 100 കിലോഗ്രാം വെള്ളം എന്ത് ചെയ്യാണ്? 200 മീറ്റർ ഹൈറ്റിലേക്കാണ് പമ്പ് ചെയ്യുന്നത്. സോ 200 മീറ്റർ ഹൈറ്റിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ അതെടുക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആ പമ്പിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് mgh ആണ്. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ അത് മാസ് ലിഫ്റ്റ് ചെയ്യുന്നത്, ഇൻറ്റു g ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആൻഡ് ടു എത്ര ഹൈറ്റിലോട്ടാണോ വെർട്ടിക്കൽ ലിഫ്റ്റ് വരുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ mgh ചെയ്യുമ്പോൾ 100 × 10 × 200 ദാറ്റ് ഈസ് 2 lakh ജൂൾ എന്ന് നമുക്ക് കിട്ടും. സോ ആ പമ്പ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 2 lakh ജൂളാണ്. ഇനി എത്രയാണ് അതിന്റെ പവർ? അപ്പോൾ ആ പമ്പിന്റെ പവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ടൈം ആണ്, അല്ലേ? അല്ലെങ്കിൽ വർക്ക് ഡണ്ണിനെ പവർ ഇൻറ്റു ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വർക്ക് ചെയ്യുന്നത് എത്ര മിനിറ്റിലാണ്? 1 മിനിറ്റിലാണ് അത് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? 2 lakh ഡിവൈഡഡ് ബൈ 1 മിനിറ്റിന് നമുക്ക് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഡിവൈഡഡ് ബൈ 60. അപ്പോൾ നമുക്ക് 3333.33 എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഞാൻ 10 ആണ് എടുത്തിരിക്കുന്നത്. 9.81 വേണമെങ്കിൽ എടുക്കാം. കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് 10 എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക്
ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുക 10 ആയിട്ട് അസ്യൂം ചെയ്താൽ മതി, കാരണം എളുപ്പത്തിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ കിട്ടിയിരിക്കുന്ന പവർ, ആ പമ്പിന്റെ പവർ എന്ന് പറയുന്നത് 333.33 ആണ്. ഓക്കെ, അത്രയും വാട്ട്സ്. അപ്പോൾ പമ്പിന്റെ പവർ നമുക്ക് കിട്ടി. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ പമ്പ് 1 മണിക്കൂറിൽ എത്ര വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു വർക്ക് ഡൺ എന്നുള്ളത് പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ പവർ 3333.33 എന്ന് കിട്ടി. ഇൻറ്റു ടൈം എന്ന് പറയുന്ന 1 അവറിൽ എത്ര ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റു 1 അവറിനെ നമ്മൾ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 3600 സെക്കൻഡ്സ് എന്ന് കിട്ടും. സോ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 × 10⁵ എന്ന് കിട്ടും. സോ ഇതിൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, 12 × 10⁵ ജൂൾസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇറ്റ് ഈസ് ഇൻ മോഷൻ. ഒരു ബോഡി മോഷനിലായിരിക്കുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷൻ പറയുന്ന പേരെന്താണ്? അതിനെയാണ് നമ്മൾ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മൂവിങ്ങിലാവുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷനെ നമ്മൾ ഡൈനാമിക് ഫ്രിക്ഷൻ എന്നും, അത് മൂവ് ചെയ്യാതെ സ്റ്റാറ്റിക് ആയിട്ടിരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഫ്രിക്ഷനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നുമാണ് പറയാം. ഇനി വാട്ട് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, മൂവ്മെന്റിന് ജസ്റ്റ് മുമ്പ് അതിനുണ്ടാവുന്ന ഫ്രിക്ഷനെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. SI പ്രിഫിക്സ് ഓഫ് 10⁻⁻6 ഈസ്. 10⁻⁻6 എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മീറ്റേഴ്സ് ആണ്. SI സിസ്റ്റം എന്താണ്? മെട്രിക് സിസ്റ്റം ആണ്. 1 മീറ്ററിന്റെ താഴത്തേക്ക് പോരുമ്പോൾ 10⁻⁻⁻ ആയിട്ട് വരുമ്പോൾ 10⁻⁻1 എന്നുള്ളതിനെ നമ്മൾ ഡെസിമീറ്റർ എന്ന് പറയും. 10⁻⁻2 എന്നുള്ളതിനെ നമ്മൾ സെന്റിമീറ്റർ എന്ന് പറയും. സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 സെന്റിമീറ്റർ ആണ് എന്ത് 1 മീറ്റർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 10⁻⁻2 ഓഫ് എ മീറ്റർ ആയിരിക്കും എന്ത് സെന്റിമീറ്റർ. 10⁻⁻3 ആണെങ്കിൽ മില്ലിമീറ്റർ. 10⁻⁻6 ആണെങ്കിൽ മൈക്രോമീറ്റർ എന്നാണ് പറയുക. 10⁻⁻9 ആണെങ്കിൽ നാനോമീറ്റർ. 10⁻⁻12 ആണെങ്കിൽ പൈക്കോമീറ്റർ. 10⁻⁻15 ആണെങ്കിൽ ഫെംറ്റോമീറ്റർ. 10⁻⁻18 ആണെങ്കിൽ ആറ്റോമീറ്റർ. ഓക്കെ, ഇനി മെഗാ എന്ന് പറയുന്നത് 10⁻6 ആണ് കേട്ടോ. 10⁻6 മെഗാമീറ്റർ ആണ്. നാനോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 10⁻⁻9 ആണ്. മില്ലി എന്ന് പറയുന്നത് 10⁻⁻3 ആണ്. മൈക്രോ എന്ന് പറയുന്നത് 10⁻⁻6 ആണ്. അപ്പോൾ ഇതിൽ മെഗാ മാത്രമാണ് എന്ത് വലിയ യൂണിറ്റ് ഉള്ളത്, ബാക്കിയുള്ളതെല്ലാം ചെറിയ യൂണിറ്റുകളാണ്. ഇനി അടുത്ത് നോക്കാം. 1 ഇഞ്ച് ഈസ് ഈക്വൽ ടു ഡാഷ് സെന്റിമീറ്റർ. 1 ഇഞ്ച് എത്ര സെന്റിമീറ്റർ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 ഇഞ്ച് എത്ര സെന്റിമീറ്റർ ആണ് എന്നുള്ളതാണ് ചോദ്യം. യൂഷ്വലി എല്ലാവർക്കും അറിയുന്നുണ്ടാവും 2.54 സെന്റിമീറ്റർ ആണ് എന്ത് 1 ഇഞ്ച് എന്ന് പറയുന്നത്. 30.48 എന്നുള്ളത് എന്താണ് 1 ഫീറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂണിറ്റ് ഓഫ് പവർ ഇൻ SI സിസ്റ്റം ഈസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. യൂണിറ്റ് ഓഫ് പവർ എന്താണ്? വാട്ട് ആണ്. ജൂൾ എന്നുള്ളത് എനർജിയുടെ ആണ്. ന്യൂട്ടൺ എന്നുള്ളത് ഫോഴ്സിന്റെ ആണ്. വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോൾട്ടേജിന്റെ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ വിച്ച് വിൽ ഹാവ് ദ സെയിം ഏരിയ ആസ് ദ റെക്ടാങ്കിൾ 50 mm by 25 mm സൈഡ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സിമ്പിൾ മാത്തമാറ്റിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 50 mm by 25 mm സൈഡുള്ള ഒരു റെക്ടാങ്കിളിൻ്റെ അതേ ഏരിയയാണ് ഒരു സ്ക്വയറിനുള്ളത്. ആ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ 2 ഏരിയയും സെയിം ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് 2 ഏരിയനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അതായത് സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണോ അത് തന്നെ ആയിരിക്കും റെക്ടാങ്കിളിൻ്റെ ഏരിയ. റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 50 × 25 ചെയ്ത് കഴിഞ്ഞാൽ 1250 എന്ന് കിട്ടും. 1250 ആണ് എന്ത് റെക്ടാങ്കിളിൻ്റെ ഏരിയ. ഇനി ഇതേ ഏരിയ തന്നെയാണ് സ്ക്വയറിനും എന്നാണ് പറയുന്നത്. സോ സ്ക്വയറിൻ്റെ ഏരിയ ഒരു സൈഡ് എ ആണെങ്കിൽ 2 സൈഡ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ എന്നാണ് കിട്ടുക. സോ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1250. സോ എ ഈസ് ഈക്വൽ ടു √1250 ദാറ്റ് ഈസ് 35.36 എന്ന് കിട്ടും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 35.36. ഇനി 1250ൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് നമുക്ക് എക്സാം ഹാളിൽ കണ്ടുപിടിക്കാൻ പറ്റുകയെന്ന് സംശയമുള്ള ആളുകൾ എന്ത് ചെയ്യാം? നമ്മളുടെ ആൻസർ നമ്മൾ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. സോ ആൻസർ 35.36 2 തവണ 35.36 ഇൻറ്റു 35.36 ചെയ്യുമ്പോൾ നമുക്ക് 1250 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതായിരിക്കും ആൻസർ എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്ടാങ്കുലർ ഷീറ്റ് മെറ്റൽ മെഷേഴ്സ് 12 cm by 8 cm
4 quadrants of a circle of radius 2 cm are cut away at the corners. Find the area of the remaining portion. ഇവിടെ പറഞ്ഞിട്ടുള്ളത് റെക്ടാങ്കുലർ ഷീറ്റ് മെറ്റൽ ഉണ്ട്. ആ റെക്ടാങ്കുലർ ഷീറ്റ് മെറ്റലിന്റെ സൈഡ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ബൈ 8 സെന്റിമീറ്റർ ആണ്. ഒരു സൈഡ് 12 സെന്റിമീറ്ററും മറ്റേ സൈഡ് 8 സെന്റിമീറ്ററും. 4 quadrants of circle of radius 2 cm each are cut away at the corners. അതായത് 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ 4 ക്വാഡ്രന്റുകൾ. എന്താ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിനെ 4 ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം ഓരോ കോർണറിൽ നിന്നും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് 4 കോർണറുള്ള റെക്ടാങ്കുലർ ഷീറ്റ് മെറ്റലിന്റെ 4 കോർണറിൽ നിന്നും 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ ക്വാഡ് എന്ന് പറഞ്ഞാൽ 4/1 എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പോർഷന്റെ ഏരിയ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും അല്ല ക്വസ്റ്റ്യൻ ഉള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു സർക്കിളിന്റെ 4 ഭാഗം ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെക്ടാങ്കുലർ ഷീറ്റ് മെറ്റലിൽ നിന്ന് ഒരു സർക്കിൾ ഒഴിവാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, രണ്ടും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. സോ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ഇവിടെ 12/8 ആണ്. സോ 12 × 8 ദാറ്റ് ഈസ് 96 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഏരിയ ഓഫ് എ സർക്കിൾ എങ്ങനെ കാണാം, πr² ആണ്, അല്ലെങ്കിൽ πd²/4 ആണ്. സോ πr² ചെയ്യുമ്പോൾ 3.14 × r എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. സോ 2 × 2 സോ 12.56 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള പോർഷന്റെ ഏരിയ എത്രയാണ്, 96 മൈനസ് 12.56 ദാറ്റ് ഈസ് 83.44 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റൈറ്റ് ആംഗുലർ ട്രയാങ്കിൾ whose base is 15 cm and hypothesis is 21 cm. ഹൈപ്പോത്തിസിസ് എന്നല്ല, ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. അതായത് ഒരു റൈറ്റ് സർക്കുലർ ട്രയാങ്കിൾ ഉണ്ട്. ആ റൈറ്റ് സർക്കുലർ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എങ്ങനെ, ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് ബേസ് തന്നിട്ടുണ്ട്, പക്ഷെ ഹൈറ്റ് തന്നിട്ടില്ല, പകരം ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. സോ ഹൈപ്പോട്ടന്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഒരു സൈഡിന്റെ സ്ക്വയർ മൈനസ് മറ്റേ സൈഡിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 21 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ, നമുക്ക് 14.69 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി എങ്ങനെ ഏരിയ കാണാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് 0.5 × 15 × 14.7. അപ്പോൾ നമുക്ക് 110.25 എന്ന് കിട്ടും. ആൻസർ ഇതിൽ ഓപ്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, 110.18 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ചില തേർഡ് ഗ്രേഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില മാത്തമാറ്റിക്സും ചിലപ്പോൾ ചോദിക്കും. വളരെ സിമ്പിളാണ്, ലോജിക്കായിട്ട് ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടാവുന്ന ആൻസറുകളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.